ഓക്കെ ഗൈസ്, വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ദി ചാനൽ. ഈ വീഡിയോയിൽ കാർസിൽ അല്ലെങ്കിൽ വെഹിക്കിൾസിൽ ഉപയോഗിക്കുന്ന പല ടൈപ്പ് ഓഫ് സസ്പെൻഷൻ സിസ്റ്റംസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സസ്പെൻഷൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് പറയാനുള്ളത്, ഈ വെഹിക്കിൾസിൽ ഉപയോഗിക്കുന്നത് രണ്ട് ടൈപ്പ് ഓഫ് സസ്പെൻഷൻസ് ഉണ്ട്. ഒരെണ്ണം ഇൻഡിപെൻഡൻറ്റും പിന്നെ ഡിപ്പെൻഡൻറ്റ് അല്ലെങ്കിൽ സോളിഡ് ആക്സൽ സസ്പെൻഷൻസും. സോ ഈ ഇൻഡിപെൻഡൻറ്റ് ടൈപ്പ് ഓഫ് സസ്പെൻഷൻസിൽ കുറച്ച് ടൈപ്പ് ഉണ്ട്. ഇതിൽ മക്ഫേഴ്സൺ സ്ട്രട്സ്, ഡബിൾ വിഷ്ബോൺ സസ്പെൻഷൻസ്, മൾട്ടി ലിങ്ക്, ട്രെയിലിംഗ് ആംസ്, സ്വിംഗ് ആക്സിൽസ്, ഇത്രയും ടൈപ്പ് ഓഫ് സസ്പെൻഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് സ്പോർട്സ് കാറാണ്, മോട്ടോർ സ്പോർട്സ് ആണ്. ഈ മോട്ടോർ സ്പോർട്സ് കാറുകളിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഈ വിഷ്ബോൺ ടൈപ്പ് ഓഫ് സസ്പെൻഷൻസ് ആണ്. അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യും. ഫസ്റ്റ്, ഈ വിഷ്ബോൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബേർഡ്സിൻ്റെ ഒക്കെ നെക്കിനും ചെസ്റ്റിനും ഇടയിൽ ഒരു വൈ ഷേപ്ഡ് ബോൺ ഉണ്ട്. അതിനെയാണ് ഈ വിഷ്ബോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വിഷ്ബോൺ സസ്പെൻഷനകത്ത് രണ്ട് മെയിൻ ആംസ് ഉണ്ട്. ഈ ആംസിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഈ വിഷ്ബോണിൻ്റെ ഒരു ഷേപ്പാണ്, അതായത് വൈ ഷേപ്പാണ്. അതുകൊണ്ടാണ് ഈ ഒരു സസ്പെൻഷന് വിഷ്ബോൺ സസ്പെൻഷൻ എന്ന് പേരിട്ടിരുന്നത്. പിന്നെ ഈ വിഷ്ബോൺ സസ്പെൻഷൻ്റെ വേറൊരു പെക്യുലാരിറ്റി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടോപ്പിലുള്ള ആമിന്, അതായത് ടോപ്പിലുള്ള ആ വിഷ്ബോണിൻ്റെ ലെങ്ത് ബോട്ടമിലുള്ള ആ വിഷ്ബോണിനേക്കാളും കുറവായിരിക്കും. വീൽ ക്യാമ്പറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് ഈ അപ്പർ കൺട്രോൾ ആമിൻ്റെ ലെങ്ത് കുറച്ച് വെച്ചിട്ട് ലോവർ കൺട്രോൾ ആമിൻ്റെ ലെങ്ത് കൂട്ടി വെക്കുന്നത്. ക്യാമ്പർ എന്താണെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കും. പിന്നെ ഈ വിഷ്ബോൺ സസ്പെൻഷൻസിൻ്റെ അസംബ്ലിയിൽ വരുന്ന വേറൊരു പാർട്ടാണ് ഷോക്ക് അബ്സോർബർ. ഈ ഷോക്ക് അബ്സോർബർ കണക്ട് ചെയ്തിരിക്കുന്നത് ലോവർ കൺട്രോൾ ആമിൻ്റെ, അതായത് ലെങ്ത് കൂടിയ കൺട്രോൾ ആർമിൽ നിന്ന് കണക്ട് ചെയ്തിട്ട് ചാസിയിലേക്ക് കണക്ട് ചെയ്തേക്കുവാണ്. പിന്നെ ഈ രണ്ട് വിഷ്ബോണിൻ്റെ, അതായത് അപ്പർ ആമിൻ്റെയും ലോവർ ആമിൻ്റെയും ഇപ്പുറത്തെ അറ്റം ഉണ്ടല്ലോ, ലെഫ്റ്റ് സൈഡിലെ രണ്ടറ്റവും വീലുമായിട്ട് നക്കിൾ ഉപയോഗിച്ചിട്ട് ജോയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു അസംബ്ലി കറക്റ്റായിട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേന് ഈ ഒരു സസ്പെൻഷൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്, ടയർ ആർട്ടിക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ വിഷ്ബോൺസിൻ്റെ മോഷൻ എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലായിരിക്കും. പിന്നെ ഈ ഡബിൾ വിഷ്ബോൺ സസ്പെൻഷൻസ് ഫ്രണ്ട് സെറ്റ്സ് ഓഫ് വീൽസിനാണ് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കുന്നതെങ്കിൽ ഇതിനെ സ്റ്റിയർ ചെയ്യണമല്ലോ ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും. അതുകൊണ്ട് ഈ ഒരു സസ്പെൻഷനെ വീലിലേക്ക് മൗണ്ട് ചെയ്തിരിക്കുന്നത് ബോൾ ജോയിൻറ്റ്സ് വെച്ചിട്ടായിരിക്കും. ഇനി ഡബിൾ വിഷ്ബോൺ സസ്പെൻഷൻസ് കാർ റണ്ണ് ചെയ്യുമ്പോൾ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം കാർ റണ്ണ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ടയർ ഒരു കുഴിയിലേക്ക് ഇറങ്ങുമ്പോഴത്തേന് ഇതിൻ്റെ ഈ രണ്ട് ആംസും, അതായത് അപ്പർ ആമും ലോവർ ആമും ഈ ഒരു രീതിയിലായിരിക്കും അതിൻ്റെ മോഷൻ വരുന്നത്. അതുമാത്രമല്ല, താഴത്തെ ആമിലേക്ക് കണക്ട് ചെയ്തിട്ടിരിക്കുന്ന ആ ഒരു ഷോക്ക് അബ്സോർബർ സെറ്റിംഗ് ഉണ്ടല്ലോ, ആ ഷോക്ക് അബ്സോർബർ കംപ്രസ് ചെയ്യാനും ഡീകംപ്രസ് ചെയ്യാനും തുടങ്ങും. അപ്പോൾ ഈ സസ്പെൻഷൻ്റെ വർക്കിംഗ് വളരെ സിമ്പിളാണ്. നമ്മളിപ്പോൾ ഒരു ഓഫ് റോഡിങ് വീഡിയോസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ക്ലിയർ ആയിട്ട് തന്നെ കാണാൻ പറ്റും. ഓഫ് റോഡീസിൽ കാറ് കുഴിയിലേക്ക് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു കല്ലിൻ്റെ പുറത്തേക്കൊക്കെ കയറുമ്പോഴത്തേന് ആ വീല് മാത്രം ആർട്ടിക്കുലേറ്റ് ചെയ്യത്തുള്ളൂ, കാറിൻ്റെ ബോഡി അനങ്ങാതെ നിൽക്കും. അപ്പോൾ ഈ ഡബിൾ വിഷ്ബോൺ സസ്പെൻഷൻ്റെ വർക്കിങ്ങും അസംബ്ലിയും കാര്യങ്ങളും ഒക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഇതുപോലുള്ള ഹൈ പെർഫോമൻസ് ടെറൈൻസിൽ, ഇപ്പോൾ സ്പോർട്സ് കാർ അല്ലെങ്കിൽ ഓഫ് റോഡിങ് വെഹിക്കിൾസിൽ ഏറ്റവും സൂട്ടബിളായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ടൈപ്പ് ഓഫ് സസ്പെൻഷനാണ്. പിന്നെ ഈ വിഷ്ബോൺ സസ്പെൻഷനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർമുല 1 കാറുകളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ വിഷ്ബോൺ ടൈപ്പ് ഓഫ് സസ്പെൻഷനാണ്. അതിനൊരു വേറെ കുറച്ച് റീസൺസും കൂടെ ഉണ്ട്. അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. സോ സ്റ്റേ ട്യൂൺഡ്. ഇപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ ആദ്യം പറഞ്ഞായിരുന്നു ഇൻഡിപെൻഡൻറ്റ് ടൈപ്പ് ഓഫ് സസ്പെൻഷനും ഉണ്ട്, പിന്നെ സോളിഡ് ആക്സൽ സസ്പെൻഷൻസും ഉണ്ടെന്ന്. അപ്പോൾ ഈ ഇൻഡിപെൻഡൻറ്റിനകത്താണ് കുറേ ടൈപ്പ് ഓഫ് ഉണ്ട്, സസ്പെൻഷൻസ് ഉണ്ട്. ഇതിൽ ഒരെണ്ണം മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞത്. അപ്പോൾ മറ്റ് ടൈപ്പ് ഓഫ് സസ്പെൻഷൻസും കൂടെ ഡിസ്കസ് ചെയ്യണമെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഈ ഒരു ഡബിൾ വിഷ്ബോൺ സസ്പെൻഷനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.